ഇന്ന് ഞാനൊരു നാടൻ മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇത് മാങ്ങ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അതിലേക്ക് വേണ്ട ഇഞ്ചി, കാന്താരിമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ഇത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ്. ഇത് മുളക് പൊടി. എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കടുക് ഇടണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ശേഷം കാന്താരിമുളക്, കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് മൂത്ത് പോകണ്ട. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇതിൽ ഞാൻ അച്ചാർ പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുവാണ് നന്നായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ചെറുതായിട്ട്. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കണം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഈ മുളക് പൊടിയെല്ലാം ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഒത്തിരി നേരം വേകണ്ട. കുറച്ച് നേരം അത് ആ ചൂടിൽ, ആ എണ്ണയുടെ ചൂടിൽ നിന്ന് ചൂടായാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടുക് ഉലുവയും വറുത്ത് വെച്ചതാണ്. ആ പൊടി അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഇതിനകത്ത് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ആ ഉലുവയുടെയും കടുകിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ലതാണ്. ഞാൻ സാധാരണ അച്ചാർ പൊടി ചേർക്കാറില്ല അച്ചാറിൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.